പത്തരമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ പത്തരമാറ്റില് ഇന്ന് നയന അനാമികയ്ക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഒരു 8ന്റെ പണിയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ, ഇത്രയും നാളും അനാമിക പറയുന്നതെല്ലാം കേട്ടോണ്ട് നിന്ന, അങ്ങനെ നയന കേട്ടോണ്ട് നിൽക്കത്തില്ല, തിരിച്ചു മറുപടി പറയും. പക്ഷേ ഇന്ന് ചന്തുമോളെ ഉപദ്രവിക്കാനായിട്ട് അനാമിക ശ്രമിച്ചപ്പോഴുള്ള നയനയുടെ പെട്ടെന്നുള്ള ഒരു ഭാവമാറ്റം അനാമികയെ പോലും വല്ലാതെ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് കഥ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ചന്തുമോളുടെ വരവോടുകൂടി അനന്തപുരിയിലുള്ള എല്ലാവരും തന്നെ മാറി മറിഞ്ഞു. പ്രത്യേകിച്ച് ദേവയാനി ആണെങ്കിലും നയനയാണെങ്കിലും ഇപ്പോൾ ചന്തുമോളെ അത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ചന്തുമോളുടെ വരവോടുകൂടി എല്ലാവരുടെയും സ്വഭാവത്തിൽ തന്നെ മാറ്റമുണ്ട്. എന്നാൽ ചന്തുമോളെ ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട്. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് അഭി മാക്സിമം ആദർശിൽ നിന്നും പൈസ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ദേവയാനി ചന്തുമോളെ കളിപ്പിക്കുകയും പിന്നെ അങ്ങനെ ചന്തുമോളൊത്ത് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ ജലജയ്ക്കാണെങ്കിലും പിന്നെ ജാനകിക്കാണെങ്കിലും അത് പിടിച്ചില്ല. ഇപ്പോൾ ചന്തുമോളെ ഏട്ടത്തി ഇങ്ങനെ സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു നാൾ അവളെ തേടി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, അവളുടെ ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഏട്ടത്തിയെ വല്ലാതെ അങ്ങ് ബാധിക്കും. അവൾ പോയി കഴിഞ്ഞാൽ, ചന്തുമോള് പോയി കഴിഞ്ഞാൽ ഏട്ടത്തിയെ അത് വല്ലാതെ അങ്ങ് ബാധിക്കും എന്നൊക്കെ ജാനകിയും ജലജയും പറഞ്ഞപ്പോഴും ഒന്നും കേൾക്കാനായിട്ട് ദേവയാനി തയ്യാറായിരുന്നില്ല. ഇതിനിടയിൽ ആദർശിനെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വന്നപ്പോഴും തിരിച്ച് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കാനായിട്ട് ദേവയാനി ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ കവറൊക്കെ തൂക്കിക്കൊണ്ട് അഭി വന്നു. അത് നവ്യയ്ക്ക് കുറേ ഡ്രസ്സും സാധനങ്ങളും മേടിച്ചപ്പോൾ ഇവിടെ അമ്മായിമാർക്കും എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് ദേവയാനിക്കും ജലജയ്ക്കും ജാനകിക്കും ഓരോ സാരി വീതം കൊടുത്തു. അത് തുറന്നു നോക്കി നല്ല സാരിയാണ്, നല്ല സൂപ്പർ സെലക്ഷനാണ്. അപ്പോൾ പെട്ടെന്നുള്ള അഭിയുടെ ഈ ഒരു മാറ്റം ദേവയാനിയെ വല്ലാതെ അങ്ങ് ഞെട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഭിയാണെന്നുണ്ടെങ്കിലും ജലജയാണെങ്കിലും എന്തെങ്കിലും കാര്യസാധ്യത്തിനല്ലാതെ അവരിങ്ങനെ സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിനല്ലാതെ അവരിങ്ങനെ കളിച്ച് ചിരിച്ച് നിൽക്കത്തില്ല, മറ്റുള്ളവരെ സ്നേഹിക്കത്തുമില്ല. ഇപ്പോൾ അഭിക്ക് എന്തെങ്കിലും കാര്യസാധ്യം ഉള്ളത് കൊണ്ടാണോ അഭി ഇങ്ങനെ തഞ്ചത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ദേവയാനിയുടെ മനസ്സിൽ വന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോഴും അഭി പറഞ്ഞത്, ഇവിടെ ഞാൻ ഒരുപാട് മാറി. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാരെ കുറിച്ചും ഞാൻ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയെക്കുറിച്ചും എൻ്റെ കുഞ്ഞിനെക്കുറിച്ചും ഒക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്, നവ്യയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മാറാത്ത പലരും ഉണ്ടെന്ന് കുത്തി നോവിക്കുന്ന രീതിയിൽ അഭി സംസാരിക്കുകയും അതിൻ്റെ കൂടെ ഇവിടെ പലരെയും സൂക്ഷിക്കണം, ഇപ്പോൾ അനിയെ ആണെങ്കിലും ആദർശേട്ടനെ ആണെങ്കിലും ആണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എന്നാൽ അനി വിവാഹം കഴിച്ച് വന്നതിന് ശേഷം അനി ഒരിക്കലും അനാമികയെ സ്നേഹിച്ചിട്ടില്ല. അനാമികയുമൊത്ത് പുറത്തു പോവുകയോ അല്ലെങ്കിൽ അനാമികയൊത്ത് ഭക്ഷണം കഴിക്കുകയോ സ്നേഹത്തോടെ ഇരിക്കുക പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അനി ഇനിയും മാറാനുണ്ടെന്നും, എന്നാൽ ആദർശന് എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ ആദർശേട്ടൻ ഒരിക്കലും വിചാരിക്കുന്നത് പോലെയല്ല, എപ്പോൾ വേണമെങ്കിലും മാറാം. ഒരാളുടെ സ്വഭാവം മാറുന്നത് പെട്ടെന്ന് നമ്മൾ പറയുന്നതിലും അപ്പുറമായിരിക്കത്തില്ല, നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കും ഒരാളുടെ സ്വഭാവം മാറുന്നത്. അഭി ഉദ്ദേശിച്ചത് ചന്തുമോളുടെ അച്ഛനാണ് ആദർശ് എന്നുള്ള രീതിയിലാണ് അഭി സംസാരിച്ചത്. എന്നാൽ അത് ദേവയാനിയുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് സംശയം ഉയർത്തി. എന്നാൽ ഇതെല്ലാം അഭി നവ്യയെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നവ്യയുടെയും കുഞ്ഞിൻ്റെയും പേര് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് കഴിഞ്ഞ് അനന്തപുരിയിലെ സമ്മാനമൊക്കെ കൊടുത്ത് കുറേ കഴിഞ്ഞ് അഭി പുറത്ത് തൻ്റെ കള്ള കാമുകിയും ഒത്ത് കറങ്ങാനായിട്ടാണ് പോയത്. ആ സമയത്ത് നവ്യ ഫോൺ വിളിച്ചപ്പോൾ പോലും അഭി കോൾ എടുത്തില്ല, കോൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. എന്തെങ്കിലും അത്യാവശ്യത്തിന് നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് അഭിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും സ്വത്തുക്കൾ കൈക്കലാക്കണം, ആദർശിനെ ഇപ്പോൾ തൻ്റെ കീശയിലാക്കിയത് കൊണ്ട് തന്നെ ആദർശ് വഴി 2-3 ബ്രാഞ്ചിൻ്റെ ഉടമസ്ഥനാകണം. അങ്ങനെ 2-3 ബ്രാഞ്ച് തൻ്റെ കൈവശത്തിൽ വെച്ചതിന് ശേഷം ഒരുപാട് കോടീശ്വരനാകണം എന്നൊക്കെയാണ് അഭിയുടെ ചിന്ത. എന്നാൽ അതെല്ലാം തകിടം മറിയാൻ വേണ്ടിയിട്ട് പോകുവാണെന്ന് അഭി ഇപ്പോഴും ചിന്തിക്കുന്നില്ല. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അഭിയുടെ കുഞ്ഞാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അഭിയുടെ ചീത്ത് കീറും എന്ന ഉറപ്പ് തന്നെയാണ്. ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അവിടെ ഭയങ്കര സങ്കടത്തിലാണ്. അഭി സാധനങ്ങൾ മേടിച്ചിട്ടേ തിരികെ അവിടെ നിൽക്കുമ്പോൾ ചന്തുമോള് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ
പമ്പരം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അഭിയെ കണ്ടുകൊണ്ടനെ തന്നെ ചെറിയച്ച എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടു കൂടി ചന്തുമോൾ അഭിയുടെ അടുത്തേക്ക് പോയി. എന്നാൽ അഭിയെ കണ്ടപാടെ തന്നെ അഭിയെ ചെറിയച്ച എന്ന് വിളിച്ച് ചന്തുമോൾ ചെന്ന ഉടനെ തന്നെ അഭി ചന്തുമോളെ വഴക്ക് പറയുകയും എന്നിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തുകയും, നിന്റെ ആരാടി ചെറിയച്ഛൻ, ഞാൻ നിന്റെ ചെറിയച്ഛനൊന്നുമല്ല, ചിലപ്പോൾ ആദർശ് നിന്റെ അച്ഛനായിരിക്കും, പക്ഷേ ഞാൻ നിന്റെ ചെറിയച്ഛനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അഭി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഇത് കേട്ടുകൊണ്ട് വന്ന ജലജയും ചന്തുമോളെ നല്ലപോലെ വഴക്ക് പറഞ്ഞു, കുഞ്ഞ് കരയുന്ന രീതിയിൽ വരെ വഴക്ക് പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന നയന അവരെ രണ്ടുപേരെ വഴക്ക് പറയുകയും ചന്തുമോളെ എടുത്ത് ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ജലജയും അഭിയും പറഞ്ഞതിന് നല്ല മറുപടി തന്നെയാണ് നയന കൊടുത്തത്. ഈ സങ്കടത്തോടു കൂടി ചന്തുമോളെയും കൊണ്ട് ആദർശിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ ആദർശ് അപ്പോഴും ചന്തുമോളെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ചന്തുമോളെ സ്നേഹിക്കാനായിട്ടോ തയ്യാറല്ല. ഇപ്പോഴും ചന്തുമോളോട് ഒരു അകൽച്ച ആദർശിന് ഇപ്പോഴും ഉണ്ട്. അത് ശരിയല്ല ആദർശേട്ടാ, തെറ്റാണ് എന്ന് പറഞ്ഞ് നയന മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ആദർശ് അതൊന്നും ചിന്തിക്കുന്നില്ല. മോളോട് അകത്ത് പോയി കളിക്കാൻ പറഞ്ഞിട്ടും ആദർശിനോട് നയന പറയുവാണ്, ആദർശേട്ട ഇങ്ങനെ മോളോട് ദേഷ്യപ്പെടരുത്. അവളുടെ അമ്മ, അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അവളുടെ അമ്മ വേറൊരാളാണ്, ഇപ്പോൾ അച്ഛൻ ആദർശേട്ടനാണ് എന്നൊക്കെയാണ് അവളുടെ മനസ്സിലെ ചിന്ത. നമ്മൾ ആ സത്യം പുറത്തു കൊണ്ടുവന്ന് അവളുടെ മനസ്സിലെ ചിന്ത മാറ്റണം. അവളോട് എപ്പോഴും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു കുഞ്ഞല്ലേ, അതിനും 5 വയസ്സല്ലേ ഉള്ളൂ, അതിന് സങ്കടമാവത്തില്ലേ എന്നൊക്കെ ആദർശിനോട് നയന പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ ചന്തുമോൾ അകത്തോട്ട് പോയ സമയത്ത് അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി അടിക്കുകയും കളിച്ച് നടന്ന് പോകുമ്പോൾ അനിയുടെ റൂം തുറന്നു കിടക്കുന്നത് കണ്ടു. പതുക്കെ അകത്ത് ആരെങ്കിലും ഉണ്ടാകുന്ന നോക്കാനായിട്ട് പതുക്കെ അകത്തോട്ട് കയറി നോക്കുമ്പോൾ ടേബിളിൽ പുറത്ത് കുറേ മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലൊരു പൊട്ട് കണ്ടു. പതുക്കെ മോൾ ആ പൊട്ടെടുത്തിട്ട് ഇങ്ങനെ നോക്കുവാണ്. ആ പൊട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് വന്ന അനാമിക ചന്തുമോളയുടെ കയ്യിൽ നിന്ന് ആ പൊട്ട് പിടിച്ചു വാങ്ങിച്ച് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടതിന് ശേഷം മോളെ എടുത്തിട്ട് അടിക്കുവാണ്. ഒരുപാട് അടിച്ചു. ഇത് കണ്ടുകൊണ്ട് വന്ന അനി അനാമികയുടെ കയ്യിൽ നിന്നും മോളെ രക്ഷിച്ചിട്ട് അനാമികയെ നല്ല വഴക്ക് പറഞ്ഞു. നീ എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവൾ എൻ്റെ റൂമിൽ അനാവശ്യമായിട്ട് കയറുകയും എൻ്റെ സാധനങ്ങൾ എടുത്തു എന്നുമാണ് അനാമിക പറഞ്ഞത്. എന്നാൽ നിനക്ക് നാണമില്ലേ? അതൊരു ചെറിയ പൊട്ടെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നീ ഇത്രയും മോശമായിട്ട് ആ കുഞ്ഞിനോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അനി വഴക്ക് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം അനാമിക എനിക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തെ കാര്യം അനന്തപുരിയുടെ പേര് കളയാനായിട്ട് മറ്റൊരു പയ്യനുമായിട്ട് കറങ്ങി നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്നിട്ടും താൻ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. അപ്പം അതും കൂടി ചേർത്ത് അനാമികയ്ക്ക് നല്ല മറുപടി കൊടുത്തിട്ട് തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അനി പുറത്തോട്ട് പോയി. കുഞ്ഞ് നല്ലപോലെ കരച്ചിലായിരുന്നു. അനി സമാധാനിപ്പിച്ച് പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നയന ഇത് കണ്ടുകൊണ്ട് വന്നു. നയന കണ്ടുകൊണ്ട് വന്നപ്പോൾ കാര്യം തിരക്കി. എന്നാൽ ആ റൂമിൽ നടന്ന സംഭവങ്ങളൊക്കെ അനി വിശദീകരിച്ചപ്പോൾ നയന ചോദിച്ചത്, നീ എന്താ ഒന്നും തിരിച്ച് പ്രതികരിച്ചില്ലേ? എന്നാൽ അവളെ ഒന്നും പറയരുത് എന്നല്ലേ ഇവിടത്തെ ഉത്തരവ്, അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷേ ആ കുഞ്ഞിനെ അവൾ ഒരുപാട് അടിച്ചു എന്ന് കൂടി കേട്ടപ്പോൾ നയനയ്ക്ക് സഹിച്ചില്ല. ചന്തുമോളെയും കൊണ്ട് അനി പുറത്തോട്ട് പോയി. നയന എന്നാൽ ദേഷ്യത്തോടു കൂടി നേരെ കയറിപ്പോയത് അനാമികയുടെ റൂമിലേക്കാണ്. അനാമികയുടെ ദേഷ്യത്തിലിരിക്കുമ്പോൾ എടി എന്നും പറഞ്ഞുകൊണ്ട് നയന അകത്തേക്ക് കയറി. നീ എൻ്റെ കുഞ്ഞിനെ അടിച്ചല്ലേ എന്ന് അനാമികയുടെ മുഖത്ത് നോക്കി നയന ചോദിച്ചു. എന്തിനാണ് നീ എൻ്റെ കുഞ്ഞിനെ അടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവൾ അനാവശ്യമായിട്ട് എൻ്റെ റൂമിൽ കയറുകയും എൻ്റെ സാധനങ്ങൾ എടുക്കുകയും ചെയ്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അടിച്ചു. എന്നാൽ നിന്റെ റൂമിൽ കയറി അനാവശ്യ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നീ അടിക്കുമോ എന്ന് ചോദിച്ചു. എന്നാൽ എൻ്റെ റൂമിൽ കയറി അനാവശ്യമായിട്ട് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ഓ ഈ റൂമിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണല്ലേ ഇരിക്കുന്നത്, ഞാൻ അറിഞ്ഞില്ലല്ലോ. മാത്രമല്ല നിന്നെ പോലൊരു കുട്ടിയല്ല, അതൊരു പാവം കുട്ടിയാണ്, നിന്നെ പോലത്തെ ക്രൂരമായ സ്വഭാവമല്ല അവളുടേത് എന്നൊക്കെ പറഞ്ഞ് നയന തിരിച്ച് സംസാരിച്ചു. അങ്ങനെ അനാമികയും നയനയും തമ്മിൽ വലിയൊരു വഴക്കായി. അങ്ങനെ വഴക്കായപ്പോൾ അതിൻ്റെ പേരിൽ ഭയങ്കര തർക്കമായപ്പോൾ അനാമിക പറഞ്ഞത്, നിങ്ങൾ ഇനിയിപ്പോൾ ഇത് ആരോട് പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടെ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് നിന്നെ പോലത്തെ ക്രൂഡ് സ്വഭാവമല്ല, നീ മിണ്ടാതിരുന്നോണം. നീ വലിയൊരു തെറ്റ് ചെയ്തു. നീ ആ അമ്മയ്ക്ക് കൊടുക്കേണ്ട പാലിൽ നീയാണ് വിഷം ചേർത്തത്. എന്നിട്ട് അത് അറിഞ്ഞു വെച്ചിട്ടും ഞാനത് ആരോടും പറയാത്തത് ഈ കുടുംബത്തിലെ സന്തോഷം കളയണ്ട, അനിയുടെ ജീവിതം തകർക്കണ്ട, ഞാനായിട്ട് തകരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നീ ഒരുപാട് എൻ്റെ തലയിൽ കയറിക്കഴിഞ്ഞാൽ അതിനുള്ള തിരിച്ചടി ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ കുറേ ദിവസം കൊണ്ട് നിങ്ങൾ എന്നെ ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമല്ലേ, മനഃപൂർവ്വം എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്നും ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സത്യം പോയി പറ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് നയനയെ അനാമിക വെല്ലുവിളിച്ചു. ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് സഹിച്ചില്ല. നയന സത്യങ്ങൾ മുത്തശ്ശനോട് പോയി പറയാനായിട്ട് തുടങ്ങുമ്പോൾ അനാമിക, നിങ്ങൾ അനാവശ്യമായിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് അനാമിക പറഞ്ഞു.
ഉടനെ തന്നെ നയനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. അനാമിക അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും തടയത്തില്ല. അങ്ങനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നയന ഉറപ്പിച്ചു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും അനാമികയ്ക്ക് പൂട്ടു വീഴും എന്ന് ഇന്നത്തെ സംഭവത്തോടു കൂടി ഉറപ്പായി. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.